ഹായ് ഹലോ, രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അമ്മ എന്ന് പറയാൻ പോണതേ നരച്ച മുടി കറുത്ത് വരാനും അതുപോലെ നന്നായിട്ട് തഴച്ച് വളരും അല്ലെ, നമ്മളെ മുടി നന്നായിട്ട് തഴച്ച് കറുത്ത മുടിയായിട്ട് വളർന്നു വരും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്കിനെ കുറിച്ചാണ് കേട്ടോ. അത് നമ്മളെ തൊടിയിലുള്ളത് തന്നെയാണ്. ഒരു കുട്ടിക്ക് ഞാൻ എണ്ണ കാച്ചി ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും സാധനങ്ങൾ കൂടിയിട്ടുള്ള എണ്ണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ കുട്ടികൾ പറയുന്നു, അമ്മേ തലയിൽ എണ്ണ തൊടാൻ വയ്യാന്ന്. അപ്പൊ ഈ തലയിൽ എണ്ണ തേക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് എണ്ണ കാച്ചി തേച്ചാലും മുടി കറുത്ത് വരി, അതില്ലാത്തവർക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ. പക്ഷെ ഈ ഹെയർ പാക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് നമ്മളെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. നിങ്ങൾ ആഴ്ചയിൽ 2-3 തവണ ഇത് കുളിക്കണതിന്റെ ഒരു അരമണിക്കൂർ മുന്നേ തേക്കുക. തേച്ച് പിടിപ്പിച്ചിട്ട് ഒരുപാട് ഒഴുകള് തേക്കണ്ട കേട്ടോ, കുറച്ച് ടൈറ്റിലാവുന്നത്. അപ്പൊ അങ്ങനെ തേച്ചിട്ട് നമ്മളൊരു അരമണിക്കൂർ മുന്നേ തേക്കണം, എണ്ണ തടവിയതിന്റെ ശേഷം. മനസ്സിലായില്ല, നമ്മൾ തേക്കണം എണ്ണ തടവിയതിന്റെ ശേഷം. ഇനി എണ്ണ തടവാൻ വയ്യാച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഇതിൽ നമ്മൾ വേറൊരു സംഭവം തേക്കേണ്ട എണ്ണ, നമുക്ക് മുടി വളരാനുള്ള ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിക്കൊണ്ട് ഇനി എണ്ണ തടവാൻ വയ്യാത്തവർക്കാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അത് നമുക്ക് എന്തൊക്കെ സാധനങ്ങളെന്ന് വേഗം വീഡിയോയിലേക്ക് അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒന്നാമത്തെ ഇൻഗ്രീഡിയന്റ് നമ്മളെ കരിഞ്ജീരകം തന്നെ കേട്ടോ. നമ്മളെ മുടി കറുത്ത് തഴച്ച് വളരാൻ ഏറ്റവും ഉപയോഗപ്പെട്ട ഒരു സാധനം തന്നെയാണ് നമ്മളെ കരിഞ്ജീരകം. കണ്ടോ, ഒന്ന് കരിഞ്ജീരകം. പിന്നെ രണ്ടാമത് നമുക്ക് വേണ്ടത് എന്താന്ന് മാറണ്ട കേട്ടോ, ഇത് കറുത്ത എള്ള. മനസ്സിലായല്ലോ, കറുത്ത എള്ള. മൂന്നാമത് നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ, ഗ്രാമ്പു ആണ് കേട്ടോ. എത്ര ഗ്രാമ്പു വേണമെങ്കിലും ഇടാം. ഞാനൊരു ഗ്രാമ്പു എനിക്ക് ചാടീനെ 4 ഗ്രാമ്പു കേട്ടോ, 4 ഗ്രാമ്പു. ഇനി അടുത്തത് എന്താന്ന് കണ്ടോ, ഇത് നമ്മളെ ചിയ സീഡാണ്, ഫ്ലാക്സ് സീഡ് അല്ല കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് 1 സ്പൂൺ അളവില് ചിയ സീഡാണ് കേട്ടോ. ഇനി 1 സ്പൂൺ അളവില് നമുക്ക് ഫ്ലാക്സ് സീഡ്. ഇത് നമ്മളുടെ ഉലുവയാണ്. ഉലുവ മാത്രം നിങ്ങൾ കുതിർത്തി എടുക്കണം കേട്ടോ. ഉലുവ അല്ലെങ്കിൽ നമുക്ക് അതിന്റെ പോഷകം ഇറങ്ങില്ല, നമ്മൾ തിളപ്പിക്കാനുള്ളതാണിത്. ഇത് 1 സ്പൂൺ അളവിൽ അമ്മ തലേ ദിവസം കുതിർത്താൻ വെച്ചതാണേ. ഇനി നമ്മൾ 1 സ്പൂൺ അളവില് ചായപ്പൊടി. ഇനി 1 സ്പൂണ് കോഫി പൗഡർ, ഏത് കോഫി പൗഡർ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ട ഇല പനിക്കൂർക്കട ഇല, അങ്ങനെ ഒരു തല വെള്ളത്തിലേക്കാണെ കഴുകണം. ഇനി ഇത് നമുക്ക് ഒരു പിടി അളവില് ചെമ്പരത്തി ഇല, ഒരു 10 ഇല കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കണ്ടോ, കറിവേപ്പില, ഒരു 5-8 തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് വേണ്ടത് കണ്ടോ, നമ്മളെ തെച്ചിപ്പൂവ്, 1 കൊല തെച്ചിപ്പൂവ്, ചെറിയ കൊല കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മളെ പേരയില, ഒരു 5-8 ഇല കേട്ടോ. ഇനി മാതളത്തിന്റെ തോല്, മുടി നന്നായി കറുത്ത് വരും കേട്ടോ. ഇനി നമ്മളെ കണ്ടല്ലോ ഓറഞ്ചിന്റെ തോല്, നമ്മളെ വിറ്റാമിൻ സി നന്നായി അടങ്ങിയിട്ടുണ്ട്, അത് അവോയ്ഡ് ചെയ്യരുത് കേട്ടോ, നല്ല സുഗന്ധവും കിട്ടും. പിന്നെ നമ്മളെ കറ്റാർവാഴ, പറയേണ്ടതില്ലല്ലോ മുടിക്ക്. പിന്നെ നമ്മളുടെ തുളസി, ഇങ്ങനെ 2 തല തുളസി കേട്ടോ. ഇനി ഇത് നിങ്ങൾ കളയരുത്, ഇത് നമ്മൾ ഉണക്ക നെല്ലിക്ക, നമ്മളെ വീട്ടിൽ ഉണക്കിയ നെല്ലിക്കയാണ്. ഇത് നമ്മൾ കുരു കളഞ്ഞത് പൊളിച്ചിടുക കേട്ടോ, ഇത് കഴുകാൻ വേണ്ടി ഇടുകയാണ്. ഇനി നമുക്ക് 1 പിടി അളവില് ചെമ്പരത്തിപ്പൂവ്, ഇതിന്റെ തലപ്പും മൂടൊക്കെ കളയണം കേട്ടോ. എന്നിട്ട് ഇതിപ്പോ കഴുകിയതിന്റെ ശേഷം അമ്മ അങ്ങനെ വൃത്തിയാക്കി ഇതിലേക്ക് ഇടും. കണ്ടോ, ഇങ്ങനെ ഒരു 4-5 പോണ ചെറിയ ഉള്ളി, ഇത് നിങ്ങൾ ചതച്ചിടണം കേട്ടോ, എങ്കിലാണ് ഇതിന്റെ സത്ത് ഇതിലേക്ക് ഇറങ്ങുള്ളൂ. ഇനി ഇതൊക്കെ പാടെ കഴുകിയിട്ട് ഇതൊന്നും കഴുകണ്ട കേട്ടോ. ചായപ്പൊടി കാപ്പിപ്പൊടിയൊക്കെ ഉലുവ മാത്രം അമ്മ കഴുകി വെള്ളത്തിലിട്ടണം, ബാക്കിയൊന്നും കഴുകാൻ പാടില്ല. അപ്പൊ അത് ഇങ്ങനെ ഇടുക. ഇതൊക്കെ ഇനി കഴുകിയിട്ട് അമ്മ ഇല ഊരിയതിന്റെ ശേഷം അത് തിളപ്പിക്കട്ടെ കേട്ടോ. ഇനി നമ്മളെ തിളച്ച വെള്ളം തിരിക്കാണ്ട് പാരുക കേട്ടോ. എന്നിട്ട് തിളപ്പിക്കണം ഇത് കുറച്ചു നേരം. കണ്ട, തിളച്ച വെള്ളം ഉണ്ടാക്കി വെച്ചാൽ ഇതിന്റെ കുട്ടികളെ നമുക്കിതിന്റെ തുളസി തെച്ചി ഒന്നും നമുക്ക് പിന്നെ അതിന്റെ കുറച്ച് തണ്ട് പെട്ടുവെച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, മാറുകാലച്ചാതി ഉണ്ടോന്ന് കേട്ടോ. അത് നിങ്ങൾ കഴുകുമ്പോ ഓരിലയിട്ട് എടുത്തിട്ട് നോക്കണം. എന്നിട്ട് പിന്നെ ആ തണ്ടോടക്കൻ ഇട്ടാലും കുഴപ്പമില്ല. അമ്മ അത് കുറേ നേരമായി, ഇപ്പൊ എത്ര നേരമായി എന്ന് പറയാം, 1/2 മണിക്കൂറായി ഇത് അമ്മ ഇങ്ങനെ മാറുകാലം ഉണ്ടോ നോക്കുമായിരുന്നു. എന്നിട്ട് കഴുകി അമ്മ, എന്നിട്ട് ഇതാക്കുക, 1 പ്രാവശ്യം കഴുകിയാൽ മതി. ഒക്കെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളാ. ഈ ഓറഞ്ച് തൊലി മാതളം മാത്രമേ ഉള്ളൂ നമ്മളെ വീട്ടിലല്ലാത്ത വാങ്ങിയത്, ബാക്കിയൊക്കെ നമ്മള് വൃത്തിയിലാണ് കേട്ടോ. ഓറഞ്ച് തൊലി എന്താച്ചാ 2-3 ദിവസം മുന്നേ നമ്മ കഴുകിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചാ. ഇത് ആവുമ്പോ നമുക്ക് എന്താണെന്നറിയാം, മുടി നന്നായി കറക്കും കുട്ടികളെ. കുറച്ച് ദിവസം, ഇതിപ്പോ 1 ദിവസം തേച്ചാ പോരാട്ടോ. എല്ലാവരും ഇതിങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. കുറച്ച് തോന അളവില് എടുക്കുമ്പോ അളവ് തോന എടുക്കുക. അത് അമ്മ കുറച്ചൊരു അമ്മയ്ക്ക് ഒരാഴ്ചക്കുള്ളതേ ഉള്ളൂ ഇത്.
നിങ്ങൾക്ക് ഒരാഴ്ചക്ക് ഉണ്ടാക്കി വെക്കാൻ പാടുള്ളൂ കേട്ടോ. ഇത് കാരണം ഒരാഴ്ചയിൽ അധികം ഇരിക്കുമ്പോഴേക്ക് ഇതിന്റെ സ്മെല്ല് മാറും. ഇനി നമുക്കിതിൽ തണുത്ത് കഴിഞ്ഞാൽ റോസ് വാട്ടറും വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും പൊട്ടിച്ചൊഴിക്കണം. ഇനി എങ്ങാനും ആരും ഓർക്കുക, ഞാൻ ഇപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ കാണിച്ചു തന്ന അന്നൊരു എണ്ണ കാച്ചുമ്പോൾ എല്ലാവർക്കും അതിന്റെ സാധനങ്ങൾ ലിസ്റ്റ് ഇടാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇത് എല്ലാവരും ഇപ്പൊ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, എന്തൊക്കെയാകുമ്പോൾ അതിൽ കൂട്ടിയെന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കണം. ഇതൊരു 5 മിനിറ്റ് നല്ല തിളച്ച് കുറുകട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കിത് അരിച്ചൊഴിക്കാം. 10 മിനിറ്റ് തിളച്ചു കേട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെ 10 മിനിറ്റ് തിളപ്പിക്കണം. അപ്പൊ നമുക്ക് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ചിന്റെ തൊലി ഒന്ന് പൊടിച്ചിട്ട് വേണ്ടവർ ഇട്ടോളൂ കേട്ടോ. പൊമഗ്രാനൈറ്റിന്റെയും ഓറഞ്ചിന്റെയും തോല് വേണ്ടവര് പൊടിച്ചിടാം. നമ്മ പൊടിച്ചിട്ടില്ല. ഇനി ഇത് നമ്മൾ ചൂടോടെ ഊറ്റണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഊറ്റാൻ പറ്റില്ല നമുക്ക്, കാരണം കട്ട പിടിക്കും. അപ്പൊ ഇനി എണ്ണ തേക്കാൻ, വെളിച്ചെണ്ണ ഒന്നും തേക്കാൻ പറ്റാത്തുള്ള ആൾക്കാർക്ക് ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഒരുപാടൊന്നുമില്ല കുട്ടികളെ. ഇതിൽ കുറച്ച് കണ്ടോ, ഇങ്ങനത്തെ 2 വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നിങ്ങൾ പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. അതിൽ കണ്ടോ, അതിങ്ങനെ ഒന്നിങ്ങനെ തണുത്ത് ഒന്നിങ്ങനെ പുക പോയി കേട്ടോ, തണുത്തിറങ്ങി കേട്ടോ, അപ്പോഴേ പൊട്ടിച്ചൊഴിക്കാവുള്ളൂ. ഇനി കണ്ടോ, നമ്മള് റോസ് വാട്ടർ കണ്ടല്ലോ. ഈ റോസ് വാട്ടർ നമുക്ക് എത്ര വേണമെങ്കിലും ഇത് ഒഴിക്കാം, നല്ല സുഗന്ധം കിട്ടാനാട്ടോ. ഇതിങ്ങനെ ഇരിക്കുമ്പോ ദുർഗന്ധം വരാതിരിക്കാൻ കണ്ടല്ലോ. ഇതും കൂടി അതിലവിടെ ഇരിക്കട്ടെ, നല്ല സുഗന്ധാവും കേട്ടോ. ഇനി പുതിയ വീഡിയോ കാണുന്ന കുട്ടികൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ട്. അവർക്ക് ഇതൊന്നും അറിയില്ല കേട്ടോ. ശരിക്കും എല്ലാവർക്കും അറിയാം എങ്ങനെ ഇത് തേക്കാന്നുള്ളത്. ഇനി അറിയാത്ത വല്ലവരും ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, കൈ കൊണ്ട് മുടി നന്നായിട്ട് ചിക്കറക്കണം. ചിക്കറുത്തതിന്റെ ശേഷം നമ്മൾ ഇങ്ങനെ ഒരു ചീർപ്പ് വെച്ചിട്ട് ഒന്ന് ചീന്തിയതിന്റെ ശേഷം കണ്ടോ, എണ്ണ കയ്യിൽ നമുക്ക് ഡബിൾ ബോയിലിംഗ് വെക്കിച്ചാ ചെയ്യാട്ടോ. ഇനി എണ്ണ തേക്കാൻ വയ്യാത്തവര് തേക്കണ്ട, വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഇടുക. കാരണം ഇനി തേക്കാൻ വയ്ക്കണവര് ഒരുപാട് അളവിലൊന്നും എണ്ണ എടുക്കരുത്. കണ്ടോ, കയ്യിലിട്ട് ഇങ്ങനെ നല്ല ചൂടാക്കണം. കണ്ടല്ലോ, അമ്മ മൂടി കൂടെ കറുത്ത് വെച്ചു കേട്ടോ. കണ്ടോ, അപ്പൊ നമ്മളിങ്ങനെ തലയുടെ ഓട്ടിലാട്ടോ എണ്ണ തേക്കേണ്ടത്. തലപ്പത്ത് തേക്കേണ്ടെന്നല്ല, തലപ്പ് ഇങ്ങനെ പൊട്ടിപ്പോവാതിരിക്കാൻ നിങ്ങൾ തലപ്പത്തും തേക്കണം കേട്ടോ. എന്നിട്ട് അങ്ങനെ വേണം മുടി തേക്കാൻ. ആദ്യം നമ്മൾ രാവിലെ എണീറ്റ വഴിക്ക് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ നിങ്ങൾ അത്യാവശ്യം വെള്ളം കുടിക്കണം. ഒരു 25 കിലോ വെയിറ്റ് ഉള്ള ഒരാള് നമ്മൾ 1 ലിറ്റർ കണക്കിൽ അങ്ങനെ വെള്ളം കുടിക്കണം കേട്ടോ. വെള്ളം കുടിച്ചില്ലെങ്കിൽ നിങ്ങളെ മുടിയൊക്കെ എന്താവും എന്നറിയോ, മെലാനിനൊക്കെ തന്നെ പോവും. കണ്ടോ, അതങ്ങനെ ഒരു സംഭവം നമ്മളെ മുടിക്ക് വേണം, അല്ലെങ്കിൽ കളറ് പോയിട്ട് ചെമ്പൻ കളറാവും കുട്ടിക്കാലത്ത് തന്നെ മുടി കേട്ടോ. അപ്പൊ നിങ്ങളിത് സ്ഥിരം തേക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടി അങ്ങനെ നര വരില്ല. ഇനി നര വന്നവർക്കും പതുക്കെ ഒരു ദിവസം കൊണ്ട് നമ്മളിത് ഡൈ അല്ലാത്തതുകൊണ്ട് കുളിച്ചാൻ പോയി ഷാമ്പൂ ഒന്നും തേക്കരുത് കേട്ടോ. ഇത് തേക്കുമ്പോ നമ്മളെ ഫ്ലാക്സീഡും ഉലുവയൊക്കെ നമ്മളെ മുടിയിലെ ചളി അടക്കം പോകും. നമ്മളെ താരൻ, മുടി ചൊറിച്ചില് അങ്ങനത്തെ ഒക്കെ പോകും. നമ്മളെ തുളസി, പനിക്കൂർക്ക, നീരിറക്കം ഒന്നും വരില്ല കേട്ടോ. ഗ്രാമ്പു ഒക്കെ ഇടുകൊണ്ട് യാതൊരു കുഴപ്പം വരില്ല. ഒക്കെ നമ്മളെ മുടിക്ക് നല്ല പോഷകം കൊടുക്കുന്ന സാധനങ്ങൾ നമ്മൾ ചേർത്തണം. പിന്നെ നമ്മളെ ചെമ്പരത്തി ഇല, ചെമ്പരത്തിപ്പൂ നിങ്ങൾ കണ്ടതല്ലേ. പിന്നെ നമ്മൾ ഉണക്ക നെല്ലിക്ക, മുടി പെട്ടെന്ന് കറുത്ത് വരാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഞാൻ കൂട്ടിയിരുന്നത്. ഉണക്ക നെല്ലിക്ക ഇനി തണുപ്പാണ്, ആർക്കെങ്കിലും വെയ്യാന്ന് പേടിക്കണ്ട കേട്ടോ. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്തു, പനിക്കൂർക്കല ഇല, തുളസി ഇല, പിന്നെ എന്താട്ടണത്, ഗ്രാമ്പു. അപ്പൊ ഇനി തണുപ്പിന്റെ കേടും വരില്ല കേട്ടോ. അപ്പൊ ഇനി ഇതിങ്ങനെ എണ്ണയൊക്കെ തേച്ചു. ഇനി നമുക്ക് മുടിയിൽ തേച്ച് കാണിച്ചു തരാം. അപ്പൊ ഇത് തണുത്തു കേട്ടോ, നല്ല തണുത്തു. അപ്പൊ ഇനി നമുക്കിത് മുടിയിൽ തേക്കാം കേട്ടോ. അപ്പൊ അതാ അമ്മ നിങ്ങൾക്ക് മുടിയിൽ ഇത് തേച്ച് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഇനി അമ്മ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടേ കുളിക്കുള്ളൂ. അപ്പൊ കുളിച്ച് വന്നിട്ടൊന്നും അമ്മ കാണിച്ചു തരുന്നില്ല കേട്ടോ. ഇനി 1/2 മണിക്കൂർ നേരം അമ്മയ്ക്ക് അടുക്കളയിൽ കൂടെ ഒക്കെ പണികളുണ്ട്. രാവിലെ നേരാണ്. ഓക്കെ, അപ്പൊ എന്താ, ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിക്കണം കേട്ടോ. അത് അറിയാതെ കുറെ ആൾക്കാർ കിടക്കുന്നുണ്ട്. അങ്ങനത്തെ സംഭവങ്ങൾ മുടി തേക്കാൻ പറ്റുമോന്നൊന്നും അറിയാത്തവർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് അമ്മയുടെ വീഡിയോസ് ഇങ്ങനെ നിങ്ങൾക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. കാരണം ചില കുട്ടികൾ അമ്മ വീഡിയോ വിട്ടിട്ടില്ലേ എന്ന് വാട്സപ്പിൽ ചോദിക്കുന്നുണ്ട്. അത് അമ്മ അങ്ങനെ എപ്പോഴും ബെല്ലൈക്കൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പൊ ഒന്നും വിചാരിക്കരുത്. അപ്പൊ ഇനി എന്താ, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.